ഹായ് ഫണ്ടമെൻ്റൽസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ആൻഡ് RDBMS യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ OSI മോഡൽസ് ആണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. OSI മോഡലിൽ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ലെയേഴ്സ്, നമ്മൾ ഓരോ ലെയേഴ്സിൻ്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് നെറ്റ്വർക്ക് ലെയർ ആണ് അല്ലേ. നെറ്റ്വർക്ക് ലെയറിൻ്റെ ആ ക്ലാസ് ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിലൊന്ന് നോക്കിയിട്ട് അത് ഒന്ന് കാണാം. അതിനുശേഷം ഇവിടേക്ക് വരാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ. അതായത് ബാക്കിയുള്ള 4 ലെയേഴ്സാണ്. OSI മോഡൽ ടോട്ടൽ 7 ലെയേഴ്സാണ്. 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു തൊട്ട് മുന്നത്തെ ക്ലാസ്സിലായിട്ട്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള 4 ലെയേഴ്സ്, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ, ഈ 4 ലെയറിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളുമാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ആദ്യം ട്രാൻസ്പോർട്ട് ലെയർ. സോ ഇറ്റ് ഈസ് എ 4th ലെയർ ഇൻ OSI മോഡൽ. OSI മോഡലിലെ 4th ലെയർ ആണ് എന്ത്, ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. സോ ഇൻ ബിറ്റ്വീൻ തൊട്ട് താഴെയായിട്ട് നെറ്റ്വർക്ക് ലെയറും തൊട്ട് മുകളിലായിട്ട് സെഷൻ ലെയറുമാണ് എന്തിനുള്ളത്, ഈ ട്രാൻസ്പോർട്ട് ലെയറിലുള്ളത്. അപ്പം ഈ ട്രാൻസ്പോർട്ട് ലെയർ ഇത് നോക്കി മൗസ് പോയിൻ്റർ നോക്കുക, ഇവിടെ ഈ കാണുന്നത് സെൻറ്റർ സൈഡാണ് ഇപ്പം കാണിക്കുന്നത്. ഇപ്പുറത്തുള്ളത് എന്താണ്, റിസീവർ സൈഡാണ്. അപ്പം ഈ സെൻറ്റർ സൈഡിൽ ഈ ട്രാൻസ്പോർട്ട് ലെയർ 4ലേക്ക് ഡാറ്റ വരുന്നത് എവിടെ നിന്നാണ്, സെഷൻ ലെയറിൽ നിന്നാണ്. സോ സെഷൻ ലെയറിൽ നിന്ന് ഡാറ്റ വരുമ്പം അതിനെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഡാറ്റയെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കുന്നത്. ഇതിന് സെഗ്മെൻ്റ് എന്ന് പറയും. ഈ സെഗ്മെൻ്റ് ആക്കിയിട്ടൊക്കെയാണ് എവിടേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എവിടെ ചെയ്യുന്നത്, ഈ ട്രാൻസ്പോർട്ട് ലെയർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഡാറ്റ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഫോർമാറ്റിലാണ് ഉണ്ടാവുക, ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ തൊട്ട് താഴെ നെറ്റ്വർക്ക് ലെയറിലേക്ക് പോകും, അത് അതിൻ്റെ ഡ്യൂട്ടി ചെയ്യും, താഴെ പോകും. അങ്ങനെ ഫിസിക്കൽ ലെയറിൽ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു വരും. അത് അഗൈൻ സെയിം പ്രൊസീജിയറാണ് അപ്പുറത്തെ സൈഡിൽ നടക്കുന്നത്. ആൻഡ് റിവേഴ്സ് ഓർഡറിലാണ് റിസീവർ സൈഡിൽ നടക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പ്രൊസീജിയർ. അപ്പം സോ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് എ ലെയർ ഫോർ എൻഷുർ ദാറ്റ് മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ആർ സെൻറ്റ് ആൻഡ് ദെയർ ഈസ് നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ അയക്കുന്ന എല്ലാ മെസ്സേജും, ഞാൻ പറഞ്ഞു ഇവിടെ മെസ്സേജ് അയക്കുന്നത് ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ടല്ലേ. നെറ്റ്വർക്ക് ലെയർ പറഞ്ഞപ്പോൾ നമ്മൾ പാക്കറ്റ്സ് ആയിട്ടാണ് എന്ത് ഡാറ്റ അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാക്കറ്റ്സിന് തൊട്ട് മുന്നുള്ള വെർഷനാണ് സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ഡാറ്റ ഇൻ ദ ഫോം ഓഫ് സെഗ്മെൻറ്റ്സ് ആണ് ട്രാൻസ്പോർട്ട് ലെയർ ഉള്ളത്. അപ്പോൾ ഡാറ്റ അയക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ സെഗ്മെൻ്റ് ആക്കി മാറ്റുന്നുണ്ട് ഇവിടെ. ആ സെഗ്മെൻറ്റ് അയക്കുമ്പം അത് കറക്റ്റ് ഓർഡറിലായിരിക്കണം എവിടെ എത്തുന്നത്, റിസീവർക്ക് എത്തുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ വ്യത്യാസം വന്നു പോയാൽ റിസീവർ റീഡ് ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് എററായിരിക്കും. സോ ഇറ്റ് എൻഷുർ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡാറ്റ വിച്ച് വി ആർ സെൻഡിങ് ആൻഡ് ടു എൻഷുർ ദർ ഈസ് നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സെഗ്മെൻ്റ് ഏതെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നത് ആരാണ്, ഈ ട്രാൻസ്പോർട്ട് ലെയറാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് മെയിൻ പറയുന്നത്. ഒന്ന് ഓർഡർ ഓഫ് ഡാറ്റ, രണ്ടാമത്തത് എലിമിനേഷൻ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ. ഈ 2 എണ്ണമാണ്. ഓക്കെ, though the main responsibility of the data layer is to transfer the data completely. ഈ ട്രാൻസ്പോർട്ട് ലെയർ പേരിൽ തന്നെ ട്രാൻസ്പോർട്ടാണ്, ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധമുള്ളതാണ്. സോ മെയിൻ റെസ്പോൺസിബിലിറ്റി ടു ട്രാൻസ്ഫർ ദ ഡാറ്റ കംപ്ലീറ്റഡ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് റിസീവ് ദ ഡാറ്റ ഫ്രം ദ അപ്പർ ലെയർ ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു സ്മോളർ യൂണിറ്റ് നോൺ ആസ് സെഗ്മെൻറ്റ്സ്. അപ്പം ഈ വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക, സെഗ്മെൻറ്റ്സ്. അപ്പം ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ ഡാറ്റ എന്ത് ഫോമിലാണ് ഉണ്ടാവുക, സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്മോൾ യൂണിറ്റ് ആണ്. അപ്പോൾ തൊട്ട് മുകളിലുള്ള സെഷൻ ലെയറിൽ വലിയൊരു ഡാറ്റ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, വലിയൊരു ഡാറ്റ ആണെങ്കിൽ അത് ഒരുമിച്ചാണ് ഉണ്ടാവുക. അതിനെന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് എത്തുമ്പോൾ അത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റും. ആ ഓരോ പാർട്ടിനും നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സെഗ്മെൻറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ലെയർ ക്യാൻ ബി ടേംഡ് ആസ് ആൻഡ് എൻഡ് ടു എൻഡ് ലെയർ. അപ്പം ആ പേരും ഒന്ന് ഓർത്ത് വെക്കണം, അതുകൊണ്ടാണ് ബോൾഡ് ചെയ്തത്. എൻഡ് ടു എൻഡ് ലെയർ എന്നും ഇതിന് പറയുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ലെയറിന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് പ്രൊവൈഡ് എ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ടു ഡെലിവർ ദ ഡാറ്റ റിലയബിളി. അപ്പം ഇതിന് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എവിടെയാണുള്ളത് ചോദിക്കാറുണ്ട് സാധാരണ, ട്രാൻസ്പോർട്ട് ലെയറിലാണത്. അപ്പം സോ ടു ഡെലിവർ ഡാറ്റ റിലയബിളി വി ഹാവ് എ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഇൻ ട്രാൻസ്പോർട്ട് ലെയർ. സോ എൻഡ് ടു എൻഡ് ലെയറും പറയാറുണ്ട്. അതേപോലെ കണക്ഷൻ എന്താണ്, പോയിന്റ് ടു പോയിന്റ് ആണ്. സോ അത് കൂടുതൽ റിലയബിൾ ആയിട്ട് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാനാണ്, സെൻഡ് ചെയ്ത് റിസീവർ സെൻഡിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദ 2 പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ദിസ് ലെയേഴ്സ് ആർ. ഇപ്പം നമ്മൾ ഓരോ ലെയർ പറഞ്ഞപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെയും മെയിനായിട്ട് 2 പ്രോട്ടോകോൾസ് ഉപയോഗിക്കുന്നുണ്ട്.
TCP അതേപോലെ UDP എന്ന് പറയും. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളും ഏറെക്കുറെ രണ്ടും സെയിം ആണ്. TCP കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, UDP കണക്ഷൻ ഓറിയൻറ്റഡ് അല്ല, കണക്ഷൻ ലെസ് ആണ്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. TCP UDP ഓർത്ത് വെച്ചാൽ മതി, ഇമ്പോർട്ടൻ്റ് ആണത്, പേര് മാത്രം. സോ ദ പ്രോട്ടോക്കോൾസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് ലെയർ TCP ആൻഡ് UDP രണ്ടൊന്നും ഓർത്ത് വെക്കുക. ഇനി നമുക്കതിൻ്റെ ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോകാം. ആദ്യം സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ് അല്ലേ, അഡ്രസ്സിങ്, അതായത് എവിടേക്കാണ് ഡാറ്റ പോകേണ്ടതെന്നുള്ള അഡ്രസ്സ് കൊടുക്കുന്നത് എവിടെയാണ്, ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയറിലാണ്. സോ ദ ട്രാൻസ്പോർട്ട് ലെയർ ആഡ്സ് ദ ഹെഡർ ദാറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് നോൺ ആസ് സർവീസ് പോയിൻ്റ് അഡ്രസ് ഓർ പോർട്ട് അഡ്രസ്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ്സുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റയ്ക്ക് സെഗ്മെൻ്റ് ആക്കുമ്പോൾ അതിൽ ഹെഡറും ഡാറ്റ പറഞ്ഞ രണ്ട് ഭാഗം ഉണ്ടാവും. ആ ഹെഡറിൽ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും, എവിടേക്ക് പോകണം എവിടുന്നാണ് വരുന്നുള്ള അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് എവിടെയാണ്, ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അതാണ് സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ്. The responsibility of the network layer is to transmit the data from one computer to another computer, and the responsibility of the transport layer is to transmit the message to the correct process. നെറ്റ്വർക്ക് ലെയർ ആയപ്പം ഡാറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അതർ കമ്പ്യൂട്ടർ ആണ്. പക്ഷേ ട്രാൻസ്പോർട്ട് ലെയർ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പം നെറ്റ്വർക്ക് ലെയറിൽ ഡാറ്റ എല്ലാം എത്തിയാൽ മതി. ഓക്കെ, ഡിഫറൻസ് ഒന്ന് ഓർത്ത് നോക്കുക. നെറ്റ്വർക്ക് ലെയർ ആകുമ്പോൾ ഡാറ്റ എല്ലാം സെൻറ്ററിൽ നിന്ന് റിസീവർ സൈഡിൽ എത്തിയാൽ മതി. പക്ഷേ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ട്രാൻസ്പോർട്ട് ലെയർ മെസ്സേജ് കറക്റ്റായിട്ട് എത്തണം. അതായത് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിപ്പോയാൽ മെസ്സേജ് മാറില്ല. കുറേ ചെറിയ ഡാറ്റകളാണ് അവിടെ എത്തുന്നത്, അതിൻ്റെ ഓർഡർ മാറിയാൽ മെസ്സേജ് മാറും. സോ മെസ്സേജ് മാറുന്നില്ല എന്നുള്ളത്, അതായത് കറക്റ്റ് ഓർഡറിൽ ഡാറ്റ എത്തുന്നുണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നവരാണ് ഈ സർവീസ് പോയിൻ്റ് അഡ്രസ് വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ലെയറാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷനാണിത് സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡാറ്റ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ യൂണിറ്റ് ആക്കി മാറ്റുന്നതാണ് സെഗ്മെൻറ്റേഷൻ. സെൻറ്റർ സൈഡിലാണ് സെഗ്മെൻറ്റേഷൻ നടക്കുക. റിസീവർ സൈഡിൽ നിന്ന് എന്താക്കും, തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യണം അല്ലേ. ഈ സ്മോൾ പാർട്സ് ആക്കി നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് കമ്പൈൻ ചെയ്യണം. അതാണ് റീ അസംബ്ലി. അപ്പോൾ അത് റിസീവർ സൈഡിലാണ് എന്തുണ്ടാവുക, റീ അസംബ്ലി ഓപ്പറേഷൻസ് ഉണ്ടാവുക. സോ ട്രാൻസ്പോർട്ട് ലെയർ തന്നെയാണ് അതും നടത്തുന്നത്. സോ വെൻ ഇറ്റ് റിസീവ് ദ മെസ്സേജ് ഫ്രം ദി അപ്പർ ലെയർ, ഇറ്റ് ഡിവൈഡ് ദ മെസ്സേജ് ഇൻ ടു മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ആൻഡ് അസൈൻ എ യുണീക്ക് സീക്വൻസ് നമ്പർ. സോ നമ്മളിതിന് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചെറിയ സ്മോൾ യൂണിറ്റ്സ് ആക്കി മാറ്റും. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു യുണീക്ക് സീക്വൻസ് നമ്പർ കൊടുക്കും. അത് നമ്മൾ കറക്റ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വെൻ ദ മെസ്സേജ് ആർ അറൈവ്ഡ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ, then the transport layer reassemble the message based on the sequence number. So segmentation സെൻറ്റർ സൈഡിലും റീഅസംബ്ലി അറ്റ് ദി റിസീവർ സൈഡിൽ നടത്തുന്നത്. കറക്റ്റ് ഓർഡറിൽ ഈ സീക്വൻസ് നമ്പർ നോക്കി നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യും, റിസീവർ സൈഡിൽ അതിന് റീഅസംബിൾ ചെയ്ത് വെക്കും. എന്നാലേ കറക്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ഒരു മെയിൻ ഫങ്ഷനാണ് കണക്ഷൻ കൺട്രോൾ. അതായത് രണ്ട് സെൻറ്ററും റിസീവറും തമ്മിലുള്ള കണക്ഷൻസ് കൺട്രോൾ ചെയ്യുക. ട്രാൻസ്പോർട്ട് ലെയർ പ്രൊവൈഡ് ടു സർവീസസ്, കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആൻഡ് കണക്ഷൻ ലെസ് സർവീസ്. പേരിലുണ്ട്, ഒന്ന് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, മറ്റത് കണക്ഷൻ ലെസ് ആണ്. ഒന്ന് ഡയറക്റ്റ് വയർഡ് ആണ്, മറ്റത് അങ്ങനെ ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നും ഇല്ലാതെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കണക്ഷൻ ലെസ് സർവീസ് എന്ന് പറയുന്നത്. ആദ്യം കണക്ഷൻ ലെസ് സർവീസിലേക്ക് പോകാം. ട്രീറ്റ്സ് ഈച്ച് സെഗ്മെൻറ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ പാക്കേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റ കിട്ടി അതിന് ഓരോ സെഗ്മെൻ്റ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. അതിന് ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഡാറ്റ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൺസിഡർ ചെയ്യുക ഇൻ കണക്ഷൻ ലെസ് ട്രാൻസ്ഫർ. എന്നിട്ട് അതിന് ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യും, സോ ഈച്ച് ഓഫ് ദീസ് സെഗ്മെൻറ്റ്സ് ആർ ട്രാവൽ ഇൻ ഡിഫറെൻറ്റ് റൂട്ട് ടു റീച്ച് ഡെസ്റ്റിനേഷൻ. നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നെറ്റ്വർക്കിംഗ് റൂട്ടിംഗ് പറഞ്ഞപ്പം, നെറ്റ്വർക്ക് ലെയർ പറഞ്ഞപ്പോൾ റൂട്ടിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ ഒന്നിലേക്ക് പോകാൻ ഒരുപാട് റൂട്ടുകളുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ നിന്ന് നോക്കുക. കണക്ഷൻ ലെസ് സർവീസ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് സെഗ്മെൻറ്റ്സ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു സെയിം കണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ സെയിം ഡാറ്റയുടെ ഏതെന്നുള്ളൊരു ഡാറ്റ എടുത്തിട്ട് A1 A2 A3 അങ്ങനെ ഒരുപാട് ഭാഗമാക്കി എന്ന് വിചാരിക്കുക, സെഗ്മെൻറ്റ്സ് ആക്കി എന്ന് വിചാരിക്കുക. അത് ഞാൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും റൂട്ടിലൂടെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ റൂട്ട് മാത്രം ചൂസ് ചെയ്യാൻ നിർബന്ധമില്ല, ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഏത് റൂട്ടിലൂടെ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പെർട്ടിക്കുലർ സെഗ്മെൻറ്റിന് എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനെ കണക്ഷൻ ലെസ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി കണക്ഷൻ ഓറിയൻറ്റഡ് ആകുമ്പോഴോ അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. മേക്ക് കണക്ഷൻ വിത്ത് ദ ട്രാൻസ്പോർട്ട് ലെയർ അറ്റ് ദ ഡെസ്റ്റിനേഷൻ മെഷീൻ ബിഫോർ ഡെലിവറിങ് ദ പാക്കറ്റ്സ്. ആദ്യം ഇവരെന്താ ചെയ്യുന്നത്, സെൻറ്ററും റിസീവറും തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും.
അതിന് ട്രാൻസ്പോർട്ട് ലെയേഴ്സ് തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മൾ ലെയർ 4 പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ലെയർ 4 കണക്ഷനൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ OSI മോഡൽ പറഞ്ഞപ്പം. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പം ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിനുശേഷം ഓൾ പാക്കറ്റ്സ് ട്രാവൽ ഇൻ എ സിംഗിൾ റൂട്ട്. അപ്പം തൊട്ട് മുന്നേ കണക്ഷൻലെസ് ആണെങ്കിൽ ഏതൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള പാത്ത് അതിലൂടെ എല്ലാം നമുക്ക് ഡാറ്റ അയക്കാൻ പറ്റും, നോ പ്രോബ്ലംസ്. ബട്ട് ഹിയർ ഇൻ കണക്ഷൻ ഓറിയൻറ്റഡ് വി സെൻഡ് ഓൾ ദ പാക്കറ്റ്സ് ഓൾ ദ സെഗ്മെൻറ്റ്സ് ഇൻ എ സിംഗിൾ റൂട്ട്, ഒരു ഒറ്റ റൂട്ടിലൂടെ മാത്രമേ. ആദ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, ആ റൂട്ടിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഡാറ്റ അയക്കുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് കണക്ഷൻ കൺട്രോളിൽ കണക്ഷൻ ലെസ്സും കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസും പറയുന്നത്. ഇനി അടുത്തൊരു ഫംഗ്ഷനാണ് എന്ത്, ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ മീൻസ് ഈ ഡാറ്റയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൺട്രോൾ ചെയ്യുക. എത്ര സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, എത്ര സ്പീഡിൽ അത് റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. The transport layer is also responsible for flow control, but it is performed end-to-end rather than across a single link. Then അതേപോലെ എറർ കൺട്രോളും ആര് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫംഗ്ഷനായി പറയുന്നത് എറർ കൺട്രോൾ പെർഫോം അറ്റ് എൻഡ് ടു എൻഡ് ആണ്. ഇതെല്ലാം എൻഡ് ടു എൻഡ് ആണ്. ഓക്കെ, ദ സെൻഡർ ട്രാൻസ്പോർട്ട് ലെയർ എൻഷുർ ദാറ്റ് മെസ്സേജ് റീച്ച് അറ്റ് ദ ഡെസ്റ്റിനേഷൻ വിത്തൗട്ട് എനി എറർ. സോ സെൻഡർ ആണ് എന്നത്, സെൻഡർ സൈഡിൽ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ഈ ഡാറ്റ എത്തുന്നത് എറർ ഒന്നും ഇല്ലാതെ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. അതാണ് എറർ കൺട്രോൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇത്രയാണ് ട്രാൻസ്പോർട്ട് ലെയറും അതിൻ്റെ ഫങ്ഷൻസും. ഇനി നമുക്ക് അടുത്ത ലെയർ, 5th ലെയറാണ് സെഷൻ ലെയർ. അതിലേക്ക് പോവാം. സെഷൻ സ്റ്റാർട്ട് ചെയ്യൽ. ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ്, ഒരു പർട്ടിക്കുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരു സെഷൻ എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഈ സെഷൻ ലെയർ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് എ ലെയർ 5 ഇൻ OSI മോഡൽ. The session layer is used to establish, maintain and synchronize the interaction between communication device. So എയും ബിയും രണ്ട് സിസ്റ്റംസ് ആണെന്ന് വിചാരിക്കുക, രണ്ട് കമ്പ്യൂട്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഡിസ്റ്റർബൻസ് ഇല്ലാതെ. അത് സിങ്ക്രണൈസ് ചെയ്യണം, അതായത് ഡാറ്റ ആരെ അയക്കണം, ആര് റിസീവ് ചെയ്യണം, അറ്റ് സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാൽ കൊളീഷൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവാതെ അയക്കണം. അത് സിങ്ക്രണൈസ് ചെയ്യുക, ഒരു ഓർഡറിലാക്കി എടുക്കണം. ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇതെല്ലാമാണ് ആരുടെ ജോബ്, സെഷൻ ലെയർ അല്ലേ. അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, സിങ്ക്രണൈസ് ചെയ്യുക, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിവൈസസ്. ദീസ് ആർ ദ മെയിൻ ജോബ്സ് ഓഫ് സെഷൻ ലെയർ, മെയിൻ ഫങ്ഷൻസ് ഓഫ് സെഷൻ ലെയേഴ്സ്. പിന്നെ ഫിഗർ നോക്കാം. സോ സെഷൻ ലെയർ തൊട്ട് മുകളിൽ ഏതാണുള്ളത്, പ്രസൻറ്റേഷൻ ലെയറാണ്. പ്രസൻറ്റേഷൻ ലെയറിന് ഡാറ്റ നേരെ സെഷൻ ലെയറിലേക്ക് വരും. അവിടെ നിന്ന് നേരെ തൊട്ട് താഴെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോകും. അതങ്ങനെ താഴെ പോയി അടുത്ത റിസീവർ എൻഡിലെത്തിയിട്ട് അത് നേരെ തിരിച്ച് ഓപ്പറേഷൻ ഇവിടെ നടക്കും. ഓക്കെ, ഈ ഫിഗർ ഇപ്പോൾ തൊട്ട് മുകളിൽ പ്രസൻറ്റേഷൻ ലെയറും തൊട്ട് താഴെ ട്രാൻസ്പോർട്ട് ലെയറും ആണുള്ളത്. അതിൻ്റെ മിഡിലാണ് സെഷൻ ലെയർ വരുന്നത്. ഒരു സെഷൻ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഒരു എന്ന് ബിയിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഒരു സെഷനാണ്. ആ സെഷനെ കൺട്രോൾ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് ആരുടെ മെയിൻ ജോബ്, ഈ സെഷൻ ലെയറിൻ്റെ മെയിൻ ജോബ്. സോ ഫങ്ഷൻസ് ഓഫ് സെഷൻ ലെയറിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം ഡയലോഗ് കൺട്രോൾ. ഡയലോഗ് കൺട്രോൾ മീൻസ് session layer act as a dialogue control that create a dialogue between two process means രണ്ട് ആൾക്കാരെ തമ്മിൽ ഡാറ്റ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം അവർ തമ്മിൽ എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനാണ് എന്ത് പറയുക, ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, we can say that it allows the communication between two processes which can be either half duplex or full duplex. ഈ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്, ഹാഫ് ഡുപ്ലെക്സ് ഓർ ഫുൾ ഡുപ്ലെക്സ്. ഹാഫ് ഡുപ്ലെക്സ് എന്താണെന്ന് ഫുൾ ഡുപ്ലെക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഹാഫ് ഡുപ്ലെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എ നിന്ന് ബിയിലേക്കും രണ്ട് കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ട് ഡിവൈസ് എയും ബി ഉണ്ടെങ്കിൽ എ നിന്ന് ബിയിലേക്കും ബി നിന്ന് എയിലേക്കും നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് എ ടൈമിൽ ഒരു നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ ഹാഫ് ഡുപ്ലെക്സ് എന്ന് പറയും. നമ്മളെ ഈ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന വാക്കി ടോക്കി ഇല്ലേ, ആ സാധനം എന്താണ്, ഹാഫ് ഡുപ്ലെക്സ് ആണ്. അറ്റ് എ ടൈം ഒരാളെ അതിൽ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ഫുൾ ഡുപ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണൊക്കെ എന്താണ്, ഫുൾ ഡുപ്ലെക്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, കോൾ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് ഫുൾ ഡുപ്ലെക്സ് എന്ന് പറയുന്നത്. സോ കണക്ഷൻ ഉണ്ടാക്കുന്നത് ഏത് രീതിയിലാവാം, ഹാഫ് ഡുപ്ലെക്സ് ആവാം ഓർ ഫുൾ ഡുപ്ലെക്സ് ആവാം. രണ്ടാമത്തെ ഒരു മെയിൻ ഫംഗ്ഷനാണ് സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടാൾക്കാർ ഡാറ്റ അയക്കുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് എ ബിക്ക് ഡാറ്റ അയക്കുകയാണെങ്കിൽ എ അയക്കുന്ന ഡാറ്റ ബി ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കണം നമ്മൾ അല്ലേ. അപ്പം ഇതെല്ലാം അറിയുന്ന അല്ലെങ്കിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയും അതിന് നമ്മൾ. ഓക്കെ, അതായത് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, ഒരു ഡാറ്റ അയക്കേണ്ട ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക സിമ്പിളായിട്ട് പറഞ്ഞാൽ.
So session layer adds some checkpoints when transmitting the data in a sequence. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡാറ്റ അയക്കുമ്പോൾ കുറച്ച് ചെക്ക് പോയിൻറ്റ്സ് ആര് വെക്കും, ഈ സിങ്ക്രണൈസേഷൻ്റെ ഭാഗമായിട്ട് വെക്കും. അങ്ങനെ വെക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡാറ്റ ഞാൻ എന്ന് ബിയിലേക്ക് അയച്ചു, അതിൻ്റെ ഇടയ്ക്ക് 5 ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞപ്പോൾ ഡാറ്റയ്ക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, 1ഉം 2ഉം ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞപ്പോൾ ഡാറ്റ എറർ ഒന്നുമില്ല. 3ാമത്തെ ചെക്ക് പോയിൻറ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എന്താണ്, ഡാറ്റയിൽ എന്തോ എറർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, എന്ന് തന്നെ എവിടെയാണോ സെൻറ്റർ അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട. തൊട്ട് മുന്നേ സക്സസ് ആയ ചെക്ക് പോയിൻ്റ് എവിടെയാണോ അവിടെ മുതൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പം വരെ 1, 2, 3ലെത്തിയപ്പോഴാണ് എറർ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 മുതൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഡാറ്റയുടെ കോപ്പി റീട്രാൻസ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്നുകൂടെ ജോബ് എളുപ്പമായി, സമയം ഒരുപാട് ലാഭം ഉണ്ടാവും ഈ സിങ്ക്രണൈസേഷൻ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സിങ്ക്രണൈസേഷൻ ആൻഡ് റിക്കവറി. എറർ ഉണ്ടായാൽ അത് റിക്കവർ ചെയ്യാനുള്ള മെത്തേഡും കൂടെ ആര് കൊടുക്കുന്നുണ്ട്, ഈ സെഷൻ ലെയറിൽ സിങ്ക്രണൈസേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നെക്സ്റ്റ് ലെയറാണ് എന്ത്, പ്രസൻറ്റേഷൻ ലെയർ. ഓക്കെ, പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്ലിക്കേഷൻ ലെയറിൻ്റെയും അതേപോലെ സെഷൻ ലെയറിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ് എന്ത്, പ്രസൻറ്റേഷൻ ലെയർ. അപ്പം ഒരു അപ്ലിക്കേഷൻ ലെയർ എന്ന് നിങ്ങൾ സാധാരണ വിൻഡോ അല്ലെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടർ കാണുന്ന സ്ക്രീനായിട്ടുള്ള ഏറ്റവും യൂസറായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെയറാണ് എന്ത്, അപ്ലിക്കേഷൻ ലെയർ. അതിന് തൊട്ട് താഴെയാണ് എന്ത്, ഈ പ്രസൻറ്റേഷൻ ലെയർ വരുന്നത്. അപ്പം അപ്ലിക്കേഷൻ ലെയർ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ഡാറ്റ കൊടുക്കുന്നത് അതിനെ എൻകോഡ് ചെയ്യുക, എൻക്രിപ്റ്റ് ചെയ്യുക, അതുപോലെ കംപ്രസ് ചെയ്യുക. ഇതാണ് ആരുടെ മെയിൻ ജോബ്, പ്രസൻറ്റേഷൻ ലെയറിൻ്റെ മെയിൻ ജോബ്. എൻകോഡ്, എൻക്രിപ്റ്റ് ആൻഡ് കംപ്രസ്ഡ് അങ്ങനെ ആക്കി മാറ്റും. തിരിച്ച് റിസീവർ സെൻറ്റർ, ഇത് സെൻറ്റർ സൈഡിലാണ് ഈ ഓപ്പറേഷൻ, എൻകോഡിങ്ങും എൻക്രിപ്ഷനും കംപ്രഷനും ഒക്കെ. റിസീവർ സൈഡിൽ അതിന് നേരെ ഓപ്പോസിറ്റ്, എൻകോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഡീക്രിപ്റ്റ് ചെയ്യും, കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ഡീകംപ്രസ്ഡ് ചെയ്യും. അങ്ങനെ ഡാറ്റ ചെയ്തിട്ട് അതിന് നേരെ അപ്ലിക്കേഷൻ ലെയറിലേക്ക് പോകും. അപ്പം എന്താണോ സെൻറ്റർ സൈഡിൽ നടക്കുന്നത് ഈ പ്രസൻറ്റേഷൻ അപ്ലിക്കേഷൻ ലെയറിൽ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവിടെ നടക്കുന്നത് ഈ പ്രസൻറ്റേഷൻ ലെയറിൽ നമ്മുടെ റിസീവർ സൈഡിൽ നടക്കുന്നത്. ഓക്കെ, റിസീവർ സൈഡിലാണത്, പ്രസൻറ്റേഷൻ ലെയറാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സോ പ്രസൻറ്റേഷൻ ലെയർ ഈസ് മെയിൻലി കൺസേൺ വിത്ത് ദ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഓഫ് ദ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ ദ ടു സിസ്റ്റം. ഇത് സിൻടാക്സും സെമാൻറ്റിക്സും നിങ്ങളിപ്പം സി പ്രോഗ്രാമിങ് പഠിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ സിൻടാക്സ് എന്താ, സെമാൻറ്റിക്സ് എന്താ, നിങ്ങൾ ഫെമിലിയർ ആണ് വേർഡ്സ്. സിൻടാക്സും സെമാൻറ്റിക്സും അതിൻ്റെ വ്യാകരണവും മീനിങ്ങും അല്ലേ, അത് കറക്റ്റാണോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഡാറ്റ ഉണ്ടാക്കിയാൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പോവുകയാണ്, ആ ഡാറ്റയുടെ ഫോർമാറ്റ് റെഡി ആണോ, സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലേക്കാണോ, അല്ലെങ്കിൽ അതിൻ്റെ അതൊരു മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ ആണോ, അല്ലെങ്കിൽ മീനിങ് ഫുൾ ഡാറ്റ ആണോ, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതെന്ന് പറയുക സിൻടാക്സും അതേപോലെ സെമാൻറ്റിക്സും ചെക്ക് ചെയ്യാന്ന് പറയുന്നത്. നിങ്ങൾ സി പ്രോഗ്രാമിംഗ് ലാബൊക്കെ തുടങ്ങിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സിൻടാക്സ് എറർ, സെമാൻറ്റിക് എറർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അത് അപ്പം ഒന്നുകൂടെ ക്ലിയർ ആവും. അത് സിൻടാക്സും സെമാൻറ്റിക്സും, അതിൻ്റെ വ്യാകരണവും അതിൻ്റെ അതുപോലെ മീനിങ്ങും, വേർഡ്സ് ഉപയോഗിക്കുന്ന മീനിങ്ങും. അപ്പോൾ നിങ്ങൾ അയക്കുന്ന ഡാറ്റ കറക്റ്റാണോ ഇല്ലയോ നോക്കുക, അതിൻ്റെ വ്യാകരണ മിസ്റ്റേക്കുകൾ ഉണ്ടാകാതിരിക്കുക, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കുക, അതേപോലെ അതിന് പ്രോപ്പറായിട്ടുള്ള മീനിങ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതാണ് ആരുടെ മെയിൻ ജോബ്, പ്രസൻറ്റേഷൻ ലെയറിൻ്റെ മെയിൻ ജോബ്, സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ്. സോ ഇറ്റ് ആക്ട് ആസ് എ ട്രാൻസ്ലേറ്റർ ഫോർ എ നെറ്റ്വർക്ക്. അപ്പോൾ അതായത് യൂസറെ കയ്യിൽ നിന്നുള്ള ഡാറ്റ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് മനസ്സിലാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ ഒരു ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാരാണെന്ത്, ഈ പ്രസൻറ്റേഷൻ ലെയർ അല്ലേ. ഇപ്പം യൂസർ വർക്ക് ചെയ്യുന്ന പോലെയല്ല, അല്ല യൂസർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ല കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിന് മനസ്സിലാവുന്നത്. അത് തമ്മിൽ ഒരു ട്രാൻസ്ലേഷൻ വേണം, രണ്ടാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് ചെയ്യുന്ന ജോബാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളാണ് എന്ത്, പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. So this layer is a part of the operating system that converts the data from one presentation format to another format. അതായത് ഇപ്പം അപ്ലിക്കേഷൻ ലെയറിൻ്റെ വരികയാണെങ്കിൽ ഡാറ്റ യൂസർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാവുക. അതിന് എന്ത് ഫോർമാറ്റിലേക്ക് മാറ്റും, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഫോർമാറ്റിലേക്ക് മാറ്റും, സിസ്റ്റം മനസ്സിലാവുന്ന ഫോർമാറ്റിലേക്ക് മാറ്റും, അല്ലെങ്കിൽ തിരിച്ചു മാറ്റും റിസീവർ സൈഡിൽ. ഇതാണ് വൺ ഫോർമാറ്റ് ഓഫ് ഡാറ്റ ടു അനദർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെയറാണ് എന്ത്, പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ലേറ്ററാണ്. ദ പ്രസൻറ്റേഷൻ ലെയർ ഈസ് ഓൾസോ നോൺ ആസ് സിൻടാക്സ് ലെയർ. ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, സിൻടാക്സ് ലെയർ എന്നും ഇതിനെ പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ. ട്രാൻസ്ലേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റുക. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ അയക്കുന്നത് വലിയ സൈസിലൊക്കെ ആയിരിക്കും. ഇപ്പം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചധികം സൈസ് കൂടി കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, സൈസ് കൂടിയാലും അത് സെൻഡ് ചെയ്യാൻ
ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യണം. ആ കംപ്രഷൻ നടത്തുന്ന ആരാണ്? പ്രസൻറ്റേഷൻ ലെയറാണ്. അതേപോലെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫെമിലിയർ ആയിരിക്കും അല്ലേ. നമ്മൾ പ്രൈവസി ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലൊക്കെ തന്നെ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും എൻക്രിപ്റ്റഡ് ഫോമിലാണ്. കാരണം അത് മിഡിൽ ഒരാൾ ആ സാധനം റീഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്കത് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്ത് ചെയ്യുക, വാട്സപ്പൊക്കെ നിങ്ങൾ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എൻക്രിപ്ഷൻ നടത്തുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പം എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓർത്ത് വെക്കുക. എൻക്രിപ്ഷൻ എന്നാൽ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എ എന്നുള്ള ഒരാൾ ബിക്ക് ഒരു ഡാറ്റ അയക്കുന്നുണ്ടെങ്കിൽ മിഡിൽ സി എന്നുള്ള ഒരാൾ ഈ ഡാറ്റ വായിക്കാൻ നോക്കുക. അപ്പോൾ അയാൾക്ക് ഈ കണ്ടൻറ്റ് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫോമിലേക്ക് മാറ്റും അതിനെ. അപ്പം ഒരു എക്സാമ്പിൾ തട്ടത്തിൻ മറയത്തിൽ ആ ഒരു ലവ് ലെറ്റർ സീനൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നില്ലേ. തട്ടത്തിൻ മറയത്താന്ന് തോന്നുന്നു ആ ഫിലിം, ആ സ്റ്റെൻസിൽ എന്തായാലും പേര്, ആ പെന്ന് വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതി വിടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു എൻക്രിപ്ഷൻ ടെക്നിക്കാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക്. സോ ഫങ്ഷൻസ് ഓഫ് പ്രസൻറ്റേഷൻ ലെയർ, ഫസ്റ്റ് വൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ലേഷനാണ്. സോ ദ പ്രോസസ് ഈസ് the processes in two systems exchange the information in one form of character, string, number and so on. അപ്പം ഒരു സിസ്റ്റം നമ്മൾ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുമ്പം അതിൻ്റെ ഫോർമാറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ക്യാരക്ടർ, സ്ട്രിങ് ആവാം, നമ്പേഴ്സ് ആവാം, ഒരുപാട് ഫോർമാറ്റിലുണ്ടാവാം. ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ഡിഫറെൻറ്റ് എൻകോഡിങ് മെത്തേഡ് അല്ലേ. അപ്പോൾ ഞാനൊരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ OSും ബയോസും അതിൻ്റെ കോഡ് ചെയ്യാൻ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ സിസ്റ്റം ഒരു എൻക്രിപ്ഷൻ ഫോർമാറ്റിലും കൺവേർട്ട് ചെയ്യും. പലരുടെയും പല രീതിയിലാണ് ഇത്. ഓരോ സിസ്റ്റം അത് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻകോഡ് ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡാറ്റ റിസീവർ സൈഡിൽ നിന്ന് ഇതേപോലെ. ഇപ്പം എൻ്റെ സിസ്റ്റം എൻകോഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആവണമെന്നില്ല ഞാനൊരാൾക്ക് ഡാറ്റ അയക്കുമ്പം അയാളുടെ സിസ്റ്റം എൻകോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുന്നത് സെയിം മെത്തേഡ് ആവണമെന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ട്, ആ അയക്കുന്ന ആൾ എൻകോഡ് ചെയ്ത രീതിയിൽ തന്നെ റിസീവർ സൈഡിൽ ഡീകോഡ് ചെയ്താലേ ആ കറക്റ്റ് ഡാറ്റ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ഡാറ്റനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റും. ഓക്കെ, ഓരോ സിസ്റ്റം എൻകോഡിങ് ഡിഫറെൻ്റ് ആണെങ്കിലും അതിനൊരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു കോമൺ രീതിയിലേക്കാണ് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതാണ് ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രസൻറ്റേഷൻ ലെയർ ഹാൻഡിൽ ദ ഓപ്പറേറ്റബിലിറ്റി ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് എൻകോഡിങ് മെത്തേഡ്. ഒരുപാട് എൻകോഡിങ് മെത്തേഡുകളുടെയും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോമൺ പ്ലാറ്റ്ഫോമായിട്ട് ഈ ട്രാൻസ്ലേഷൻ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ. It converts the data from sender dependent format into a common format and changes the common format into receiver dependent format at the receiver end. ഇതാണ് നേരത്തെ പറഞ്ഞത്. സെൻഡർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റേൻ്റെ ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റും. അതിനെ എന്തും ചെയ്യുന്നുണ്ട്, റിസീവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് എൻക്രിപ്ഷൻ. ഞാൻ നേരത്തെ ചെറുതായിട്ട് പറഞ്ഞു. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ ഈസ് നീഡഡ് മെയിൻലി ടു മെയിൻറ്റെയിൻ പ്രൈവസി. നമ്മളെ ഡാറ്റ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡാറ്റ അയക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പം എൻക്രിപ്റ്റഡ് ഫോമിലാണ് പോകുന്നത്. കാരണം അത് ഓതറൈസർ അല്ലാത്ത ആരെങ്കിലും ആക്സസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്കത് മനസ്സിലാവാത്ത രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്തെടുക്കും. ഓക്കെ, സോ എൻക്രിപ്ഷൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത്. സോ എൻക്രിപ്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ സെൻഡർ ട്രാൻസ്മിറ്റഡ് ഇൻഫോർമേഷൻ ഇൻ ടു അനദർ ഫോർമാറ്റ് ആൻഡ് സെൻഡ് ദ റിസൾട്ടിംഗ് മെസ്സേജ് ഓവർ ദ നെറ്റ്വർക്ക്. അപ്പോൾ സെൻഡർ ഞാനിപ്പം ഹായ് എന്ന് ടൈപ്പ് ചെയ്താൽ ആ ഹായ് എന്നുള്ളതിന് സം അതർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ടെക്സ്റ്റാക്കി മാറ്റും. അതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം റിസീവർ സൈഡിൽ ഇതിന് ഗെയിൻ തിരിച്ച് എൻക്രിപ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഞാൻ അയച്ച ഹായ് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു മെത്തേഡ് കുറച്ച് വലിയ പ്രോസസ്സാണ്. അത്രയും ഡീപ്പായിട്ട് പോകണമെന്നില്ല. എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ കംപ്രഷനാണ് അടുത്ത മെത്തേഡ്, അല്ലെങ്കിൽ കംപ്രഷനാണ് അടുത്ത ഫംഗ്ഷൻ. ഡാറ്റ കംപ്രഷൻ ഈസ് എ പ്രോസസ് ഓഫ് കംപ്രസിങ് ഡാറ്റ. ഞാൻ പറഞ്ഞു ഡാറ്റ അയക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്ത് ചെറിയ ഫോർമാറ്റിലാക്കിയാലേ നമുക്ക് നെറ്റ്വർക്കിൽ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ കംപ്രഷൻ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ടു ബി ട്രാൻസ്മിറ്റഡ്. നമ്മുടെ സൈസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കംപ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്.
So data compression is very important in multimedia such as text, audio, video. നമ്മൾ ഡാറ്റ നിങ്ങൾ തന്നെ വാട്സപ്പിലൊക്കെ അല്ലേ ഒരു ഫോട്ടോ അയച്ചാൽ വാട്സാപ്പിൽ അയച്ചാൽ എന്ത് ചെയ്യും അതിൻ്റെ ക്ലിയർ കുറയുന്നുണ്ട് പറയുന്നുണ്ട്. കാരണം അതെന്താണ്, അത് കംപ്രസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫോട്ടോ അവിടെ റിസീവറിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ കുറവുണ്ടാവും. അപ്പം എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്നൊക്കെ അവർ പറയും വാട്സാപ്പിൽ അയക്കണ്ടെന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ അത് ഫയലാക്കിയിട്ട് അയക്കാനൊക്കെ പറയും. അത് കംപ്രഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി, കംപ്രസ് ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി പോകും. അത് ബിറ്റ് സൈസ് കുറക്കുന്നുണ്ട്, സൈസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ക്വാളിറ്റിയും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് കംപ്രഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പം ഓഡിയോയും ടെക്സ്റ്റും വീഡിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും കംപ്രസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക സാധാരണ സെൻഡ് ചെയ്യാറുള്ളത്. ദെൻ നെക്സ്റ്റ് ലെയറാണ് ആൻഡ് ഫൈനൽ 7th ലെയറാണ് എന്ത് അപ്ലിക്കേഷൻ ലെയർ. സോ അപ്ലിക്കേഷൻ ലെയർ എന്നാൽ യൂസറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെയറാണ് എന്ത് അപ്ലിക്കേഷൻ ലെയർ. അപ്പം അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും നോക്കാം നമുക്ക്. An application layer is serve as a window for user and application process to access network service. അപ്പം യൂസർക്കൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്നതൊക്കെ ഈ അപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ്, യൂസർ ഡീൽ ചെയ്യുന്ന അപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ്, ബാക്കി ആരുമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഡീലിംഗ് ഇല്ല. അതേപോലെ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ ഒരു ഭാഗത്ത് യൂസറും മറ്റേ ഭാഗത്ത് നെറ്റ്വർക്ക് സർവീസുമാണ് ഈ അപ്ലിക്കേഷൻ ലെയറിൻ്റെ. അപ്ലിക്കേഷൻ ലെയറിൻ്റെ ഒരു ഭാഗത്ത് യൂസർ, അതർ സൈഡിൽ ആരാണ് ഈ തൊട്ട് പറഞ്ഞ പ്രസൻറ്റേഷൻ ലെയർ, അതേപോലെ നെറ്റ്വർക്ക് ലെയർ, അങ്ങനെയുള്ള ഓരോ ലെയേഴ്സുമാണ്, നെറ്റ്വർക്ക് ഡിവൈസുകളാണ്. ഓക്കെ, സോ ഇറ്റ് ഹാൻഡിൽസ് ഇഷ്യൂസ് സച്ച് ആസ് നെറ്റ്വർക്ക് ട്രാൻസ്പെറൻസി, റിസോൾവ് അലോക്കേഷൻ എക്സെട്ര. സോ നെറ്റ്വർക്കിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ റിസോഴ്സ് അലോക്കേഷൻ, എല്ലാവർക്കും പ്രോപ്പറായിട്ട് റിസോഴ്സുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരൊക്കെയാണോ, ഇപ്പം കുറേ ആൾക്കാർക്ക് ഒരേ കണ്ടൻറ്റ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കും നെറ്റ്വർക്കിൽ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് ഈ ആപ്ലിക്കേഷൻ ലെയറാണ്. An application layer is not an application but it performs the application layer functions. So ഇത് ഒരു application അല്ല, application layer എന്ന് പറഞ്ഞാൽ application അല്ല, but it's perform some application layer functions. ഒരുപാട് functions ചെയ്യുന്നുണ്ട് അത്. This layer provide the network service to end user. So യൂസർക്ക് നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഈ ആപ്ലിക്കേഷൻ ലെയർ ആണ്. സോ ദ പ്രോട്ടോക്കോൾസ്, ഒരുപാട് പ്രോട്ടോക്കോൾസ് ഉണ്ട്. HTTP കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങളെ ബ്രൗസറും കാര്യങ്ങളൊക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളൊക്കെ, അതേപോലെ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, TFTP, SNMP, SMTP, POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയും, ടെൽനെറ്റ്, DNS, ബൂട്ട് പി, DHCP, ഒരുപാട് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഏതെങ്കിലും 2-3 പേരൊന്ന് ഓർത്ത് വെക്കുക വിത്ത് ഫുൾ ഫോം. സോ ഫങ്ഷൻസ് ഓഫ് ആപ്ലിക്കേഷൻ ലെയർ, മെയിൻ ഫംഗ്ഷനാണ് ഫയൽ ട്രാൻസ്ഫർ, ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ്. An application layer allow a user to access the file in a remote computer, to retrieve the file from a computer and to manage the file in a remote computer if we permit. നമ്മൾ റിമോട്ടായിട്ടുള്ള കമ്പ്യൂട്ടറിലെ ഡാറ്റ അയക്കാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും റീഡ് ചെയ്യാനോ അതിൻ്റെ പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉള്ള പെർമിഷൻ തന്നെയാണ് എന്താ പറയുക FTAM എന്ന് പറയുന്നത്. രണ്ടാമത്തത് മെയിൽ സർവീസാണ്. മെയിൽ സർവീസ് മീൻസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇമെയിൽ ഫോർവേഡിംഗ് ആൻഡ് സ്റ്റോറേജ്. ദ ആപ്ലിക്കേഷൻ ലെയർ പ്രൊവൈഡ് ദ ഫെസിലിറ്റി ഫോർ ഇമെയിൽ ഫോർവേഡിംഗ് ആൻഡ് സ്റ്റോറേജ്. ദെൻ ഡയറക്ടറി സർവീസ്. An application provides the distributed database source and is used to provide the global information about various subjects. നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഒരുപാട് ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഡിക്ഷണറിയാണ്. നമുക്ക് ഒരു യൂസർ ഗൈഡ് പോലെ, യൂസർ മാനുവൽ പോലെയുള്ള ഇൻഫർമേഷൻ അടങ്ങിയ ഒരു ഗൈഡൻസ് ആണ്, ഒരു ഡിക്ഷണറിയാണ്, ഡയറക്ടറിയാണ് ഡയറക്ടറി സർവീസ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാകും അബൌട്ട് വേരിയസ് ഒബ്ജക്റ്റ് ഇൻ ദ നെറ്റ്വർക്ക്. സോ ഇത്രയാണ് OSI മോഡലിൽ നമ്മൾ 7 ലെയേഴ്സ് പറഞ്ഞു, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് പറഞ്ഞു അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ലെയർ ഏറ്റവും മുകളിൽ ടോപ്പിൽ വരുന്ന ലെയറാണ്, യൂസറായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെയറാണ്. ടു അലോ ആക്സസ് ടു നെറ്റ്വർക്ക് റിസോഴ്സസ്, യൂസർക്ക് നെറ്റ്വർക്ക് റിസോഴ്സിലേക്ക് ആക്സസ് കൊടുക്കാനുള്ള ആ ഒരു ഏജൻ്റാണ് ഒരു അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ മാത്രമാണ് സമ്മറൈസ് ചെയ്യുന്നത് ഇവിടെ. തൊട്ട് താഴെ പ്രസൻറ്റേഷൻ ലെയറാണ്. ടു ട്രാൻസ്ലേറ്റ്, എൻക്രിപ്റ്റ് ആൻഡ് കംപ്രസ് ഡാറ്റ. നമ്മൾ പറഞ്ഞു ട്രാൻസ്ലേഷൻ, എൻക്രിപ്ഷൻ, കംപ്രഷൻ, അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ്. തൊട്ട് താഴെ സെഷൻ ലെയർ. ടു എസ്റ്റാബ്ലിഷ്, മാനേജ് ആൻഡ് ടെർമിനേറ്റ് സെഷൻ. രണ്ടാൾക്കാർ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് ഉണ്ടെങ്കിൽ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക. ആ കണക്ഷൻ്റെ സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കണക്ഷൻ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതാണ് സെഷൻ ലെയറിൻ്റെ ഫംഗ്ഷൻ. ദെൻ ട്രാൻസ്പോർട്ട് ലെയർ. ടു പ്രൊവൈഡ് റിലയബിൾ പ്രോസസ് ടു പ്രോസസ് മെസ്സേജ് ഡെലിവറി ആൻഡ് എറർ റിക്കവറി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പ്രോസസ് ടു പ്രോസസ് കറക്റ്റ്
മെസ്സേജ് ഓർഡറിൽ വരുന്നുണ്ടോ നോക്കുക, അതേപോലെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാം, എറർ റിക്കവറി. ഇത് നെറ്റ്വർക്ക് ലെയർ ആണ് തൊട്ട് താഴെ. ടു മൂവ് പാക്കറ്റ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ടു പ്രൊവൈഡ് ഇന്റർ നെറ്റ്വർക്കിംഗ് അല്ലേ, റൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആരാണ്? ഈ നെറ്റ്വർക്ക് ലെയർ ആണ്. തൊട്ട് താഴെ ഡാറ്റ ലിങ്ക് ലെയർ ടു ഓർഗനൈസ് ബിറ്റ്സ് ഇൻ ടു ഫ്രെയിംസ് ടു പ്രൊവൈഡ് ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി. ഇവിടെ നമുക്ക് ഡാറ്റ ലിങ്ക് ലെയറിൽ ബിറ്റ്സ് ഫ്രെയിം ആക്കിയിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ പ്രോപ്പർട്ടി ഹെഡറും ടൈലറും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്തിനാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫിസിക്കൽ ലെയർ ആണ് ലാസ്റ്റ് ലെയർ, ടു ട്രാൻസ്മിറ്റ് ബിറ്റ്സ് ഓവർ ദ മീഡിയം ടു പ്രൊവൈഡ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ. നമ്മൾ മീഡിയത്തിലൂടെ ഫിസിക്കലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ഫിസിക്കൽ ലെയർ വെച്ചിട്ടാണ്. അതുമായിട്ട് നമ്മൾ ഒന്നെങ്കിൽ വയർഡ് ആയിട്ട് അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പം ഇത്രയാണ് ഈ OSI മോഡലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഓരോ OSI ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു എസ്സേക്ക് ചാൻസ് ഉള്ള ഭാഗമാണ് OSI മോഡൽ, ഓപ്പൺ സിസ്റ്റം ഇൻ്റർഫേസ് മോഡൽ. അതിലെ 7 ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആ 7 ലെയേഴ്സിൻ്റെ ഓർഡർ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു നോക്കുക. അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുക. ചിലപ്പോൾ 1-2 ലെയർ മാത്രം കമ്പയർ ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ എല്ലാ ലെയറും കൂടി ഒരുമിച്ച് നിങ്ങളോട് ചോദിക്കും, എങ്ങനെയും ചോദിക്കാം. അപ്പം എസ്സേയും ഷോർട്ട് എസ്സേയും വൺ വേർഡും എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് ഈ OSI മോഡൽ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, താങ്ക് യു.